ഡോൺ ഫീഡ് ആനിമൽസ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരം സൈൻ ബോർഡുകൾ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലും വനത്തിലൂടെയുള്ള റോഡ് സൈഡുകളിലും അങ്ങനെ പലയിടത്തും ഇങ്ങനെയുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് വനം വകുപ്പ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ശബരിമലയിൽ വന്ന ഒരു അയ്യപ്പ ഭക്തൻ അവിടെ കണ്ട കുരങ്ങന്മാർക്ക് ആഹാരം കൊടുക്കുന്നതാണ്. നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു സൈൻ ബോർഡ് അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം മുന്നറിയിപ്പ് നൽകുന്നത് വന്യമൃഗങ്ങളുടെ സുരക്ഷ മുൻനിർത്തി മാത്രമല്ല, നമ്മുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാണ്. പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണയാണ് വഴിയിൽ കാണുന്ന കുരങ്ങന്മാർക്കും മറ്റും ഭക്ഷണം കൊടുക്കുന്നത് ഏതോ പുണ്യപ്രവൃത്തിയാണെന്ന്. എന്നാൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ഗുരുതരമായ ദുഷ്ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന് നാം അറിയേണ്ടതുണ്ട്. ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത് വന്യമൃഗങ്ങളുടെ സുരക്ഷ മുൻനിർത്തി മാത്രമല്ല, നമ്മുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാണ്. വന്യമൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവികമായ ഭക്ഷണശീലങ്ങളും സ്വാഭാവികമായ വേട്ടയാടൽ രീതികളും ഉണ്ട്. നാം അവർക്ക് ഭക്ഷണം ഓഫർ ചെയ്യുന്നതിലൂടെ അവയുടെ സ്വാഭാവിക ഭക്ഷണശീലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുകയും അവയുടെ സ്വാഭാവിക വേട്ടയാടൽ ശേഷി കുറയുകയും ചെയ്യുന്നു. മാത്രമല്ല, മനുഷ്യ ആശ്രിതത്വം വർദ്ധിച്ച് ആക്രമണ സാധ്യത കൂടുകയും മനുഷ്യരെ കണ്ടാൽ ആഹാരം തേടുന്നത് ശീലമാവുകയും ചെയ്യും. നാം കൊടുക്കുന്ന ഭക്ഷണം അവയ്ക്ക് പോഷകകരമായി അനുയോജ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അവയ്ക്ക് ദഹന പ്രശ്നങ്ങൾ, രോഗബാധ, പോഷകക്കുറവ്, അപകടകരമായ രോഗങ്ങൾ പരക്കൽ എന്നിവ സംഭവിക്കാം. മനുഷ്യരുടെ കൂടെ ഇടപഴകുന്നത് മൂലം അവയുടെ സ്വാഭാവിക പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവയുടെ ഭയബോധം കുറയുകയും അനാവശ്യ കലഹങ്ങൾ ഉണ്ടാവുകയും ഇതിലൂടെ മൃഗങ്ങളുടെ ഇക്കോളജിക്കൽ ബാലൻസ് തന്നെ തകരുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന കാര്യം, പല സ്ഥലങ്ങളിലും നാം കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കിയ ബേക്കറി സാധനങ്ങൾ കുരങ്ങന്മാർക്കും മറ്റും കഴിക്കാനായി കൊടുക്കുന്നത്. പാക്കറ്റിലെ സാധനങ്ങൾ കഴിച്ച ശേഷം ആ പ്ലാസ്റ്റിക്കും കൂടി അവ കഴിക്കുന്നു. അങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ഉള്ളിൽ ചെന്നാൽ അത് അവയുടെ മരണത്തിന് തന്നെ കാരണമാകുന്നു. ഓർക്കുക, വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യമൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നത് നിയമവിരുദ്ധമാണ്. ഇത് പിഴയും ശിക്ഷയും ലഭിക്കാവുന്ന പ്രവൃത്തിയാണ്. വന്യമൃഗങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അവയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഒരിക്കലും ഒരു സഹായമല്ല, അവയുടെ ജീവന് തന്നെ ആപത്താണ്. വനം, മൃഗം, മനുഷ്യൻ എല്ലാം സുരക്ഷിതമായി നിലനിൽക്കാൻ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒഴിവാക്കുക.